ഹായ് ഹലോ. നമ്മൾ ഇന്ന് നമ്മുടെ PYQ സീരീസിലെ ഈ ആഴ്ചയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. എല്ലാവരും നമ്മുടെ PYQ സീരീസ് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. മാർക്കിലുള്ള പ്രോഗ്രസ് എല്ലാം അറിയുന്നുണ്ട്. നമ്മുടെ VFA, കമ്പനി ബോർഡ്, LGS, ബിവറേജ് LD എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു PYQ സീരീസിൽ ഒരു 10th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ കോഡ് 185/2024 ആണ്. 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ആഴ്ചയിൽ നമ്മൾ ചെയ്യുന്ന ലാസ്റ്റത്തെ 10th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, 81. ക്വസ്റ്റ്യൻ നമ്പർ 81. ഒരു സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം 1 മീറ്റർ ആണ്. 1 മീറ്റർ നീളമുള്ള ഒരു സമചതുരാകൃതിയിലുള്ള ഒരു തുണി നമ്മുടെ കയ്യിലുണ്ട്. ആ തുണിക്ക് 100 രൂപ വിലയുണ്ട്. എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയാകും? ചെയ്യാൻ പറ്റൂലേ? അപ്പോൾ സമചതുരമാണ്, ഇതിൻ്റെ പകുതി നീളമുള്ള പുതിയൊരു സമചതുരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 1 മീറ്റർ നീളമുള്ള സമചതുരം, അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര വരും? 1/2 മീറ്ററാണ് പുതിയ സമചതുരത്തിൻ്റെ നീളവും വീതിയും. ഓക്കെ, അപ്പോൾ 1 മീറ്റർ ഉള്ള തുണിക്ക് 100 രൂപയാണ് വില. അപ്പോൾ 1/2 മീറ്റർ ഉള്ളതിൻ്റെ എന്ത് കണ്ടുപിടിക്കുന്നു? പരപ്പളവ് നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 1/2 മീറ്റർ എന്ന് പറയുമ്പോഴത്തേനും എന്താവുന്നു? ഇതിൻ്റെ സ്ക്വയർ എടുക്കാം. 1ൻ്റെ സ്ക്വയർ 1 ആണ്. 1/4 എന്ന് കിട്ടും അല്ലേ. 1 മീറ്റർ ഉള്ള തുണിക്ക് 100 രൂപയായാൽ അല്ലേ, അങ്ങനെയാണെങ്കിൽ 1/2 മീറ്റർ ഉള്ള തുണിക്ക്, 1/2 മീറ്റർ ഉള്ള തുണിയുടെ എന്ത് തന്നിട്ടുണ്ട്? നമ്മൾ പരപ്പളവ് 1/4 ആണ് എന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം? അത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 100നെ ഈ 1/4 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ എന്ത് കിട്ടുന്നു? ക്യാൻസൽ ചെയ്യാം. 4ഉം 100ഉം ക്യാൻസൽ ചെയ്തു. എന്തെന്ന് വരുന്നു? 25 എന്ന് വരും. അപ്പോൾ 25 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് തോന്നും 100ൻ്റെ പകുതി 50 എടുത്തൂടെ എന്ന് തോന്നും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീളം 1 മീറ്റർ എന്നുള്ളത് പകുതിയാക്കി 1/2 മീറ്റർ ആകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? പരപ്പളവിലുള്ള വ്യത്യാസം എങ്ങനെയാണ്? അത് കാലായിട്ട് മാറുന്നു. എന്ന് പറഞ്ഞാൽ 1/2 മീറ്റർ ഉണ്ടായിരുന്നതിൻ്റെ പരപ്പളവ് എടുക്കുമ്പോൾ അത് കാലാവുന്നു അല്ലേ. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഓക്കെ, അടുത്തത് 82ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് രണ്ട് ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് 5 + 3 × 8 - 12 / 4 = 3 എന്നാവുന്നത്? ഏത് മാറ്റുമ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ വെച്ച് ആദ്യത്തെ നോക്കാം. പ്ലസും മൈനസും മാറ്റാം. പ്ലസും മൈനസും മാറ്റുമ്പോൾ ഇവിടെ എന്താവുന്നു? മൈനസ് ആവുന്നു. ഇതെന്താവുന്നു? പ്ലസ് ആവുന്നു. അപ്പോൾ എങ്ങനെ വരുന്നു? 5 - 3 × 8 + 12 / 4 എന്നാവും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു? 12/4 ചെയ്യാം. അപ്പോൾ എത്ര കിട്ടുന്നു? 3 എന്നാവുന്നു. ഇത് 3 ആവും. 3 × 8 എന്താവുന്നു? 24 ആവുന്നു. ബാക്കി ഇവിടെ ഒരു 5 മൈനസ് ഉണ്ട്. 5 - 24 + 3 എന്നുണ്ട്. ചെയ്ത് നോക്കാം. 5 3 കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നു? 5 3 8 ആണ്. 8 - 24 എന്ന് വരും. അപ്പോൾ എന്തല്ല? ഓപ്ഷൻ എ അല്ല. അടുത്ത് എന്ത് ചെയ്യാം? ഓപ്ഷൻ ബി ചെയ്ത് നോക്കാം. മൈനസും ഡിവിഷനും മാറ്റണം. അപ്പോൾ എങ്ങനെ വരുന്നു? 5, നമുക്കിതൊന്ന് എറേസ് ചെയ്യാം. 5 പ്ലസ് അതുപോലെയാണ്, 3 ഇൻറ്റു അതുപോലെയാണ് 8. മൈനസും ഡിവിഷനുമാണ് മാറ്റുന്നത്. ഇവിടെ 8/12 -4 എന്നാവും ഇല്ലേ. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 + 3 × 8/12 -4. ക്യാൻസൽ ചെയ്യാമല്ലോ. 8ഉം 12ഉം ക്യാൻസൽ ചെയ്യാം. എത്ര വരുന്നു? 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2ഉം വരുന്നു, ഇവിടെ 3ഉം വരുന്നു. ഈ 3ഉം ക്യാൻസൽ ചെയ്യാം. 5 ഉണ്ട്, പ്ലസ് 2 ഉണ്ട്, -4 ഉണ്ട്. 5ഉം 2ഉം എത്രയാണ്? 7. 7 - 4 എത്ര കിട്ടുന്നു? 3 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. മൈനസും ഡിവിഷനുമാണ്. നമ്മൾ ഇത് വരുമ്പോൾ എന്ത് ചെയ്യില്ല, ഇത് തെറ്റായിരിക്കും എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം, എന്നാലും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ 82 ചെയ്തു. അടുത്തത് 83ാമത്തെ ക്വസ്റ്റ്യൻ. പോസ് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, അടുത്തത് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? √15ൻ്റെ സ്ക്വയർ + 12ൻ്റെ സ്ക്വയർ - 2 × 15 × 12. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏതോ ഒരു ഇക്വേഷനാണ് റൂട്ടിനകത്ത് കിടക്കുന്നത്. എന്താണത്? a² + b² - 2ab അല്ലേ. ഇതെന്തിനുള്ള ഇക്വേഷനാണ്? a - b² എന്നുള്ള ഇക്വേഷനാണ്. എന്തുണ്ട്? നമ്മുടെ കയ്യിൽ ഒരു റൂട്ട് കിടപ്പുണ്ട്. ഇനി ഈ സ്ക്വയറും റൂട്ടും ക്യാൻസലായി പോവും. ബാക്കി a - b നമ്മൾ ചെയ്താൽ മതി. a എത്രയാണ്? 15. b എത്രയാണ്? 12. 15 - 12 എത്രയാണ്? 3. ഓപ്ഷൻ എ എന്ന് കിട്ടും. 84 ഓപ്ഷൻ എ. ഓക്കെ, അടുത്തത് 85ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു മിശ്രിതത്തിൽ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലുമാണ്. ഇതാണ് നമ്മുടെ മിശ്രിതം.
ഇതിലെന്താണ് 4 ഭാഗം വെള്ളം. ബാക്കിയുള്ള 5 ഭാഗം എന്താണ്? പാലാണ്, മിൽക്കാണ്. ഇതിൽ വെള്ളത്തിൻ്റെ അളവ് 80 ml ആയാൽ വാട്ടർ 80 ml ഉണ്ട്, പാലിൻ്റെ അളവ് എത്ര? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ ചെയ്യുന്നു? അപ്പോൾ നോക്കിയേ, എങ്ങനെയാണ്? 4 ഭാഗം 80 എന്ന് തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ തന്നിരിക്കുന്ന പാത്രത്തിൽ 4 ഭാഗം എന്തുണ്ട്? 80 ml എന്തുണ്ട്? വെള്ളമുണ്ട്. 4 ഭാഗം വെള്ളമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 5 ആണ്. അപ്പോൾ നമ്മൾ ഒരു ഭാഗം ആദ്യം കണ്ടുപിടിക്കണം. 4 ഭാഗത്തിൽ 80 തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഈ 4 ഇപ്പുറത്ത് വരും. അപ്പോൾ എന്താവുന്നു? 80/4 എന്ന് കിട്ടും. 80/4 ഒരു ഭാഗം. അതെത്രയാണ്? 80/4 20 എന്ന് കിട്ടി. അപ്പോൾ ഒരു ഭാഗം 20 ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 5 ഭാഗം കണ്ടുപിടിക്കണം. 5 ഭാഗം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 5 × 20 ചെയ്യുന്നു. എത്രയാണത്? 100 ആണ്. ഓപ്ഷൻ എ. 85 ഓപ്ഷൻ എ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അടുത്തത് 86ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 86 നമുക്ക് ബോട്ട് മാസ് വെച്ച് ചെയ്യാനുള്ളതാണ്. 32 × 10 ÷ 10 - 2 ബ്രാക്കറ്റിലുള്ള ആദ്യം ചെയ്യാം. 32 × 10 എത്ര കിട്ടുന്നു? 320 ആണ്. ഡിവൈഡഡ് ബൈ 10 - 2 8 എന്ന് കിട്ടും. 320നെ 8 കൊണ്ട് ഭാഗിച്ചാൽ 4 8 ആണ് 32. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? 40 എന്ന് കിട്ടും. 40 എന്ന് കിട്ടി. ക്വസ്റ്റ്യൻ അവിടെ തീർന്നില്ല. അതിൽ നിന്ന് 20 കുറച്ചാൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 40 കാണുമ്പോൾ ഓപ്ഷൻ ഡിയിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവരുത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് 20 കുറച്ചാൽ, 40 നിന്ന് 20 കുറച്ചാൽ എത്ര കിട്ടും? 20 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് ആദ്യം വായിക്കണം, എന്നിട്ടേ ചെയ്യാം. അപ്പോൾ 86 കഴിഞ്ഞു. അടുത്തത് 87ാമത്തെ ക്വസ്റ്റ്യൻ. 6.4² - 3.62 ÷ 2.8. കാണുമ്പോൾ ഒത്തിരി നമ്പേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം. മുകളിൽ കിടക്കുന്ന നമ്പറിനെ നമ്മൾ എ എന്നും ബി എന്നും എടുക്കുന്നു. ഇത് എ ആണ്, ഇത് ബി ആണെന്ന് എടുത്താൽ, എ എന്നും ബി എന്നും എടുത്താൽ നമുക്ക് എന്താണ്? a² - b² അല്ലേ മുകളിൽ കിടക്കുന്ന a² - b². താഴെ നോക്ക്, 2.8 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരിക്കും? കുറച്ചാൽ പോരെ? 6.4 3.6 കൂടെ കൂട്ടിയാൽ എന്ത് വന്നാലും 2.8 കിട്ടില്ല. അപ്പോൾ കുറച്ചാൽ മതിയാവുമെന്ന് നോക്കാം. നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോയെന്ന് വെച്ചാൽ, നമ്മൾ 6.4ൻ്റെ സ്ക്വയറൊക്കെ കണ്ടുപിടിച്ച് ചെയ്യാൻ നിൽക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കും. അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല ഇത്. ഇതെങ്ങനെയാണ്? a² - b² ആണ്. a² - b² എന്താണ്? a + b × a - b ആണ് ഇക്വേഷൻ. a + b × a - b അല്ലേ? അപ്പോൾ ആ ഇക്വേഷൻ ആയിക്കഴിഞ്ഞു. ഇനി നോക്ക്, നമുക്കിത് കുറച്ച് നോക്കാം. a - b തന്നെയാണോ എന്ന് നോക്കാം. a - b തന്നെയാണോ നോക്കാം. 6.4ൽ നിന്ന് 3.6 കുറച്ച് നോക്കാം. എന്ത് കിട്ടുന്നു? 14 ആണ്. 14ൽ നിന്ന് 6 കുറച്ചാൽ എത്ര കിട്ടുന്നു? 8 എന്ന് കിട്ടുന്നു. ബാക്കി 5ൽ നിന്ന് 3 പോയാൽ 2, 2.8 എന്ന് തന്നെ കിട്ടുന്നു. അപ്പോൾ താഴെ കിടക്കുന്നത് a - b ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ഇക്വേഷനെ, ഇതിനെ നമ്മൾ എങ്ങനെയാക്കുന്നു? a² - b² എന്നുള്ളതിന് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു? a + b × a - b എന്ന് എഴുതി. a + b × a - b. താഴെ എന്താണത്? a - b ആണ്. a - b. a - bയും a - bയും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തുണ്ട്? a + b ആണ്. നമുക്ക് a + b മാത്രം മതി. a എത്രയാണ്? 6.4. b എത്രയാണ്? 3.6. രണ്ടും കൂടെ കൂട്ടാമല്ലോ. എത്ര കിട്ടുന്നു? 0 1 6 3 9 1 10 10 എന്ന് കിട്ടുന്നു. ഓപ്ഷൻ ബി. 87 ഓപ്ഷൻ ബി എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അടുത്ത 88ാമത്തെ ക്വസ്റ്റ്യൻ. 16.3 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിൻ്റെയും, സമഭുജ ത്രികോണം എന്താണ്? എല്ലാ വശങ്ങളും തുല്യമായ ത്രികോണമാണ് സമഭുജ ത്രികോണം. ഇതാണ് നമ്മുടെ സമഭുജ ത്രികോണം എന്ന് വയ്ക്കാം. 16.3 സെൻറ്റിമീറ്റർ ആണ്. 16.3 സെൻറ്റിമീറ്റർ കൊടുത്തു. അപ്പോൾ എല്ലാ വശവും എന്താണ്? 16.3 സെൻറ്റിമീറ്റർ ആണ്. 12.1 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരം. 12.1 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരവും എടുത്തു. 12.1. അപ്പോൾ എല്ലാ വശവും എത്രയാവും? 12.1 ആവും. ഓക്കെ അല്ലേ? രണ്ടിൻ്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ആദ്യം നമ്മൾ എന്തെടുക്കണം? ചുറ്റളവ് കണ്ടുപിടിക്കണം. ആദ്യത്തെ ഒന്നാമത്തെ സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ 16.3 16.3 16.3 കൂട്ടണം. 3 16.3 കൂട്ടണം. ദാറ്റ് ഈസ് 16.3നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ എത്ര കിട്ടുന്നു? 9 18 1 3 1 4 48.9 കിട്ടും. ആദ്യത്തെ സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്തെന്ന് കിട്ടുന്നു? 48.9 കിട്ടുന്നു. ഇനി നമുക്ക് സമചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാം. എന്താണ്? ഒരു വശം 12.1. അങ്ങനെ 4 വശങ്ങൾ കൂട്ടണം. ദാറ്റ് ഈസ് 4 × ഒരു വശം. ഒരു വശം എത്രയാണ്? 12.1. അപ്പോൾ 4a ആണ് ഇക്വേഷൻ എന്നൊക്കെ അറിയാം. അറിഞ്ഞൂടാമെങ്കിൽ ഈ രീതിയിൽ
കൺസെപ്റ്റ് വെച്ച് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 4 × 1 4 എന്ന് കിട്ടുന്നു, 4 × 2 8 പിന്നെ 4 എന്ന് കിട്ടും. 48.4 48.9. നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താണ് ഒത്തിരി ചെയ്യാനുണ്ടെന്ന് തോന്നും. പക്ഷേ നോക്കിയേ, നമുക്ക് ആരൊക്കെ തമ്മിലുള്ള വ്യത്യാസം നോക്കണം. ഇനി 48.9 48.4 തമ്മിലുള്ള വ്യത്യാസം എത്രയാണത്? 48.4 48.9 തമ്മിലുള്ള വ്യത്യാസം 0.5 മാത്രമാണ്. അപ്പോൾ 88 ഓപ്ഷൻ ബി എന്ന് കിട്ടി. അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ കുറച്ച് നോക്കാം. ഓക്കെ, അതിൽ തെറ്റില്ല. അടുത്തത് 89ാമത്തെ ക്വസ്റ്റ്യൻ. എൻ്റെ കയ്യിൽ 60 10 രൂപ നോട്ടുകളുണ്ട്. നമുക്ക് 10 രൂപ നോട്ടുകൾ എത്ര എണ്ണം ഉണ്ട്? 60 എണ്ണം ഉണ്ട്. ആ നോട്ടുകളുടെ നമ്പർ ക്രമമായിട്ടാണ്. നമ്പർ എങ്ങനെ? ക്രമമായിട്ടാണ്. ആദ്യത്തെ നോട്ടിൻ്റെ 75 75. ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ 75 75 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവസാന നോട്ടിൻ്റെ നമ്പർ ഈ 75 75 എന്നുള്ളത് എന്ത് ചെയ്യുന്നു? ക്രമമായിട്ട് പോകുന്നു. ഇതിൻ്റെ കൂടെ 60 നോട്ടുണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? 10 രൂപ നോട്ട് 60 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 60ാമത്തെ ആളെ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ 60ാമത്തെ ആളെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെയാണ് 75 75. അതിൻ്റെ കൂടെ നമ്മൾ എത്ര കൂട്ടുന്നു? രണ്ടാമത്തെ കണ്ടുപിടിക്കാനായിട്ട് 1 കൂട്ടുന്നു. മൂന്നാമത്തെ കണ്ടുപിടിക്കാനായിട്ട് 2 കൂട്ടുന്നു. അങ്ങനെ 60ാമത്തെ കണ്ടുപിടിക്കാൻ നമ്മൾ എത്ര കൂട്ടണം? 59 കൂട്ടിയാൽ മതി. അതാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ 75 75 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ നോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അതിൻ്റെ കൂടെ 1 കൂട്ടുന്നു അല്ലേ? ഇനി 5ാമത്തെ നോട്ട് കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ 4 കൂട്ടിയാൽ മതി അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. 59 കൂട്ടുന്നു. 5ഉം 9ഉം 5ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 14 1 12 13 1 6 7 76 34 എന്ന് കിട്ടുന്നു. ഓപ്ഷൻ ഡി. 89 ഓപ്ഷൻ ഡി എന്ന് കിട്ടി. ഓക്കെ, അടുത്ത 90ാമത്തെ ക്വസ്റ്റ്യൻ. വിട്ടുപോയ പദസംഖ്യ ഏത്? 1 5 11 19 29 -55. എങ്ങനെയാണ്? ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? വ്യത്യാസം എടുത്ത് നോക്കും. 1 5 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4. 5 11 6. 11 19 8. 19 29 10. അടുത്തെന്തായിരിക്കും? ഇപ്പം നമുക്ക് ആൻസറായി. 4 6 8 10. അടുത്തെന്തായിരിക്കും? 12. 29ൻ്റെ കൂടെ 12 കൂട്ടിയാൽ എത്ര കിട്ടുന്നു? 39 41 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. 90 ഓപ്ഷൻ ഡി എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അടുത്തത് 91ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രത്യേക ഭാഷയിൽ ഫയൽ എന്നത് ഫയൽ എന്നത് UROV എന്ന് എഴുതിയിരിക്കുന്നു എങ്കിൽ ആ ഭാഷയിൽ സോർ എന്നത് എങ്ങനെ എഴുതാം? അപ്പോൾ എങ്ങനെയായിരിക്കും ഈ തന്നിരിക്കുന്നത്? എന്ത് ബന്ധമായിരിക്കും എന്ന് വെച്ചാൽ എഫ് കഴിഞ്ഞിട്ട് ഒത്തിരി ദൂരത്തിലാണ് യു ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്പർ കൂട്ടുന്നതാണെന്ന് വെച്ചാൽ ആവാൻ ചാൻസ് ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം? പുറകിൽ നിന്ന് ലെറ്റേഴ്സ് എഴുതി നോക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ A B C D E F G H I J K L M. എത്രാമത്തെ നമ്പറാണ്? 13ാമത്തെ നമ്പറാണ്. തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് എഴുതും അല്ലേ? എം കഴിഞ്ഞിട്ട് എൻ. മൊത്തം 26 ലെറ്റർ ഉള്ളതുകൊണ്ടാണ് 13 വെച്ചിട്ട് നിർത്തുന്നത്. N O P Q R S T U V W X Y Z. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നോക്കാം. ഇനി ഈ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ആണോ നോക്കാം. എഫും യുവും ഒരേ പെയറായിട്ടാണ് വന്നിരിക്കുന്നത് ആണല്ലോ. എഫും യുവും ഒരു പെയറാണ്. ഓക്കെ, അടുത്തത് ഐയും ആറും ഒരു പെയറല്ലേ? അടുത്തത് LO ആണ് EV. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സോർ എഴുതി നോക്കാം. എസിൻ്റെ പെയർ ഏതാണ്? എസിൻ്റെ പെയർ H ആണ്. അപ്പോൾ H വരുന്ന ഓപ്ഷൻ ബി ആണ്. 91 ഓപ്ഷൻ ബി എന്ന് കിട്ടും. വേണമെങ്കിൽ ബാക്കിയും കൂടെ ചെയ്ത് നോക്കാം. ഒയുടെ കൂടെ വരുന്ന ആരാണ്? ഒയുടെ കൂടെ L ആണ്. രണ്ടാമത്തെ L ആണ്. യുവിൻ്റെ കൂടെ F ആണ്. അല്ലാതെ അവിടെ തന്നിട്ടുണ്ട്. അടുത്തത് ആറിൻ്റെ പേര് ഏതാണ്? ആറിൻ്റെ പേര് I ആണ്. ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ HLFI എന്ന് കിട്ടും. 91 ഓപ്ഷൻ ബി. അടുത്ത 92ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കുടുംബത്തിൽ അജയനും അയാളുടെ ഭാര്യയും 4 ആൺമക്കളും അവരുടെ ഭാര്യമാരും ഉണ്ട്. അപ്പോൾ നമുക്ക് അജയനുണ്ട്, അയാളുടെ ഭാര്യയുണ്ട്, വൈഫുണ്ട് ഇല്ലേ? അയാളുടെ ഭാര്യയുണ്ട്, 4 ആൺമക്കളുണ്ട്. ഇവർക്ക് 4 ആൺമക്കളുണ്ട് ആണല്ലോ. അവരുടെ ഭാര്യമാരുണ്ട്. 4 ആൺമക്കൾക്കും കൂടെ എത്ര ഭാര്യമാരാണ്? 4 ഭാര്യമാരാണ്. ഓക്കെ, അപ്പോൾ അജയനായി, വൈഫായി, 4 ആൺമക്കളായി, പിന്നെ അവരുടെ വൈഫ് 4 പേരായി. ഓരോ ആൺമക്കൾക്കും 4 വീതം ആൺകുട്ടികളും 2 വീതം പെൺകുട്ടികളും ഉണ്ട്. ഓരോരുത്തർക്കും
4 വീതം ആൺകുട്ടികളും 2 വീതം പെൺകുട്ടികളും. എങ്കിൽ ആ കുടുംബത്തിൽ ആകെ എത്ര ആണുങ്ങളുണ്ട്? അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നമ്മൾ 2 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നു. ഇത് മെൻ സെക്ഷൻ, ഇത് വുമൻ സെക്ഷൻ അല്ലേ. അപ്പോൾ ഇത് അജയനാണ്, അത് ഓക്കെയാണ്. 4 ആൺമക്കളായി രണ്ടാമത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? നമുക്ക് വേണ്ടത് ആൺകുട്ടികളുടെ എണ്ണമാണ്. അപ്പോൾ നമുക്ക് ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാൾക്ക് 3. അപ്പോൾ 4 പേർക്ക് എത്രയാണ്? 12 ആൺകുട്ടികളാണ്. 4 പേർക്ക് 12 ആൺകുട്ടികൾ. ഇനി ഇതെല്ലാം കൂടെ കൂട്ടാം. അജയനൊന്ന്, 4 ആൺമക്കൾ, അപ്പോൾ എത്രയായി? 5ആയി. 5ഉം 12ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 17 എന്ന് കിട്ടും. 92 ഓപ്ഷൻ എ. ഓപ്ഷൻ സി 17. 92 ഓപ്ഷൻ സി 17 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? പറഞ്ഞത് മനസ്സിലായല്ലോ. 93ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ 10 ഓവറിലെ റൺ നിരക്ക് 3.2 ആണ്. ബാക്കിയുള്ള 40 ഓവറിൽ ഏത് റൺ നിരക്ക് എടുത്താലാണ് എതിർ ടീമിന് 282 റൺസ് നേടാൻ സാധിക്കുക? ഓക്കെ, ആദ്യത്തെ 10 ഓവറിൽ എത്ര കിട്ടി? റൺ റേറ്റ് 3.2 കിട്ടി. 10 ഓവറിൽ 3.2 അല്ലേ. ഇപ്പോൾ റൺ നിരക്കാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എത്രയായിരിക്കും അവിടുത്തെ റണ്ണ്? നമ്മൾ ആവറേജ് ചെയ്യുമ്പോൾ അവിടുത്തെ റൺ എത്രയായിരിക്കും? 32 ആയിരിക്കും റൺസ്. ബാക്കിയുള്ള 40 ഓവറിൽ ഏത് റൺ നിരക്ക് എടുത്താലാണ് എതിർ ടീമിനെതിരെ മൊത്തം ഇനി നമുക്ക് 282ൽ 32 ആയിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാം. 282ൽ നിന്ന് 32 കുറയ്ക്കാം. അപ്പോൾ എത്ര വരുന്നു? 2 0 വരുന്നു. 5 250. ഏത് റൺ നിരക്ക് എടുത്താലാണ് എതിർ ടീമിനെതിരെ 282 റൺസ് നേടാൻ കഴിയുക? 282 നമ്മുടെ എയിം. അതുകൊണ്ടാണ് നമുക്ക് ആ 32 സ്കോർ നമ്മൾ അതിൽ നിന്ന് കുറച്ചത്. അപ്പോൾ ഇനി 250 ആണുള്ളത്. 40 ഓവർ ഉണ്ട്. 250ന് എന്ത് ചെയ്യണം? ഈ 40 എണ്ണം കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് റേറ്റ് കിട്ടൂലേ. അപ്പോൾ 0യും 0യും ക്യാൻസൽ ചെയ്യാം. ഇനി 25നെ 4 കൊണ്ട് ഭാഗിക്കണം. എത്ര കിട്ടുന്നു? 5 4 20, 6 4 24. കുറയ്ക്കുമ്പോൾ 1 വരും. 0.0 എന്ന് കിട്ടും. 2 8 വരുന്നു. 2 ഇത് 5 എന്ന് വരും. 6.25 എന്ന് കിട്ടും. ഓപ്ഷൻ എ 93 ഓപ്ഷൻ എ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അടുത്ത 94ാമത്തെ ക്വസ്റ്റ്യൻ. ജോസഫ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് 30 കിലോമീറ്റർ വേഗതയിലും, ഒരു സ്ഥലമുണ്ട്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് 30 കിലോമീറ്റർ വേഗതയിലും തിരിച്ച് 120 കിലോമീറ്റർ വേഗതയിലും സഞ്ചരിച്ചു. തിരിച്ചെങ്ങനെയാണ്? 120 km/h വേഗതയിലും സഞ്ചരിച്ചു. ഈ 2 ദൂരങ്ങളും കൂടി സഞ്ചരിക്കാൻ 5 മണിക്കൂർ എടുത്തുവെങ്കിൽ ഒരു വശത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്ര? അപ്പം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നമുക്കവിടെ സ്പീഡ് തന്നിട്ടുണ്ട്. 30 ഉണ്ട്, 120 ഉണ്ട്. ആവറേജ് സ്പീഡാണ് അല്ലേ? ആവറേജ് സ്പീഡ് നമ്മൾ കണ്ടുപിടിക്കണം. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ എന്താണ് ഇക്വേഷൻ? 2s1 s2 ഡിവൈഡഡ് ബൈ s1 പ്ലസ് s2. അപ്പോൾ എന്ത് ചെയ്യാം? 2 × s1 എത്രയാണ്? ആദ്യത്തെ വേഗത 30 ആണ്. അപ്പോൾ അത് 30 എന്ന് കൊടുത്തു. 30 × s2 എത്രയാണ്? 120 ആണ്. 120 ഡിവൈഡഡ് ബൈ s1 പ്ലസ് s2. 120 30 കൂട്ടിയാൽ എത്ര കിട്ടുന്നു? 150 എന്ന് കിട്ടി അല്ലേ? ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ മാത്രം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? സ്പീഡ് ടൈമൊക്കെ എടുത്തിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് പറയാം. ഇനി ക്യാൻസൽ ചെയ്യാം. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 0 ക്യാൻസൽ ചെയ്തു. 15 കൊണ്ട് 30 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഇവിടെ എത്ര കിട്ടുന്നു? 2 എന്ന് കിട്ടും. 12 × 2 എത്രയാണ്? 24. 24 × 2 48 എന്ന് കിട്ടി. അപ്പം നമുക്ക് അവിടെ എന്ത് കിട്ടി? സ്പീഡ് കിട്ടി 48. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഈ 2 ദൂരങ്ങളും കൂടി സഞ്ചരിക്കാൻ 5 മണിക്കൂർ എടുത്തു. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് അവിടെ 2 പ്രാവശ്യം എടുത്തിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ 2d ആണ് എത്രയെന്ന് തന്നിരിക്കുന്നത്. 2d എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? സ്പീഡ് ഇൻറ്റു ടൈമാണ്. സ്പീഡ് ഇവിടെ 48. ടൈം എത്രയും തന്നിട്ടുണ്ട്? 5 മണിക്കൂർ. ഇനി നമുക്ക് ഈ 2ഉം ഈ 48ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. എത്ര കിട്ടുന്നു? 24. 24 × 5 എത്രയാണ്? 120 ആണ്. ഡിസ്റ്റൻസ് എന്ത് കിട്ടും? 120 കിലോമീറ്റർ എന്ന് കിട്ടും. 94 ഓപ്ഷൻ ബി. ഓക്കെ, 95 ചെയ്യാം. 95 ഇതാണ്. 2850 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ ഒരു സൈക്കിൾ എത്ര രൂപയ്ക്ക് വിറ്റു? 2850. സെല്ലിംഗ് പ്രൈസ്, വിറ്റ വില തന്നിട്ടുണ്ട് 2850. അപ്പോൾ 14% ലാഭം കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 114 എന്ത്? 114 തന്നിരിക്കുന്ന 2850 അല്ലേ?
14% ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ 100ൻ്റെ കൂടെ കൂടി, വില കൂട്ടി. അപ്പോൾ 114ആണ് 2850. ലാഭശതമാനം 8 മാത്രമാണ് വേണ്ടതെങ്കിൽ 8 മാത്രമേ വേണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് സൈക്കിൾ വിൽക്കണം? അപ്പോൾ നമുക്ക് ലാഭം 108 മതി അല്ലേ? അപ്പോൾ നമ്മൾ 108 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നു? 108 നമ്മൾ കണ്ടുപിടിക്കേണ്ടെങ്കിൽ 1 പറയുന്നത് 2850 ഭാഗം 114 ആയിരിക്കും. നമുക്ക് വേണ്ട 108 അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു? 108 കൊണ്ട് ഗുണിക്കുന്നു. ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. 114 കൊണ്ട് 108 ഉണ്ട്. എത്ര കൊണ്ട് ക്യാൻസൽ ചെയ്യാം? നമുക്ക് 2 കൊണ്ട് ആദ്യം ക്യാൻസൽ ചെയ്യാം. എത്ര കിട്ടുന്നു? ഇവിടെ 108ൻ്റെ പകുതി 54ആണ്. 114ൻ്റെ പകുതി എന്ന് പറയുന്നത് 57ആണ്. 57. ഇനി ഇതെത്ര കൊണ്ട് ക്യാൻസൽ ചെയ്യാം? 54ഉം 57ഉം 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 54 എന്ന് പറയുന്നത് 18ആണ് അല്ലേ? 57 എന്ന് പറയുന്നത് 19ആണ് അല്ലേ? 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 18ഉം 19ഉം വരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2850ഉം 19 കൊണ്ട് നമുക്ക് ഇൻറ്റു ചെയ്ത് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 2850നെ 19 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടുന്നു? 1 19ആണ്. എത്രയാണ്? 28ന്ന് 19 പോയാൽ എത്ര കിട്ടുന്നു? 9 എന്ന് കിട്ടുന്നു. 95. 19ൽ എത്ര 95 ഉണ്ട്? 5. ഓക്കെ, കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുന്നു? 0. 150 എന്ന് കിട്ടി. ഇനി 150 × 18 ചെയ്യണം. നമുക്ക് 15 × 18 നോക്കാം. 40, 4, 8 5 13, 13 4 17, 1 അല്ലേ? 1 1 2, 2000, പിന്നെ ഒരു 0 ഉണ്ട്, 2700 എന്ന് വരും. ഇത് ചെയ്യുമ്പോൾ ഇത് വരുന്നു 2700. 95 ഓപ്ഷൻ ബി 2700. അടുത്ത 96ാമത്തെ ക്വസ്റ്റ്യൻ. 3 വയസ്സിൻ്റെ വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികളുടെ വയസ്സുകളുടെ തുക 50 ആണ്. അപ്പോൾ നോക്കാം, 3 കുട്ടികളാണുള്ളത്, 5 കുട്ടികളാണുള്ളത്, 3 വയസ്സാണ് അവരുടെ വ്യത്യാസം. അപ്പോൾ ആദ്യത്തെ കുട്ടിയുടെ വയസ്സ് നമ്മൾ എക്സ് എന്നെടുക്കുന്നു. അടുത്ത കുട്ടിയുടെ എന്തായിരിക്കും? എക്സ് പ്ലസ് 3 ആയിരിക്കും. അടുത്തത് എക്സ് പ്ലസ് 6, അടുത്തത് എക്സ് പ്ലസ് 9, അടുത്തത് എക്സ് പ്ലസ് 12 അല്ലേ? അങ്ങനെ 5 കുട്ടികളായി. ഇവരുടെ വയസ്സുകളുടെ തുക 50 തന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നു? 50 കിട്ടുന്നു. എക്സ് 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 5x ഉണ്ട്. അപ്പോൾ 5x എന്ന് കിട്ടി. 5 എക്സുകൾ കൂട്ടിയാൽ 5x. ബാക്കി 3, 6, 9, 12 എല്ലാം കൂടെ കൂട്ടാം. 3 6 കൂട്ടിയാൽ 9 കിട്ടുന്നു. 9 9 12, 9 9 18, 18 20, 30 എന്ന് കിട്ടി. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 30 കിട്ടുന്നു. = 50 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കണം. ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്. പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എക്സ് കണ്ടുപിടിക്കണം. +30 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവുന്നു. 5x = 50 - 30 എന്ന് കിട്ടുന്നു. 50ന്ന് 30 പോയാൽ എത്ര കിട്ടുന്നു? 20 എന്ന് കിട്ടും. 5x = 20 ആണ്. x = 20/5 എത്ര കിട്ടുന്നു? 4 എന്ന് കിട്ടുന്നു. 96 ഓപ്ഷൻ എ. ഓക്കെ, 97ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 853 × 1346 × 452 × 226 എന്ന ഗുണനഫലത്തിൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഏത്? കാണുമ്പോൾ നമുക്ക് ഇത്രയും ഇൻറ്റു ചെയ്യണമെന്നൊക്കെ തോന്നും. ഒന്നും വേണ്ട. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 853ലെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ്? 3 ആണ്. അപ്പോൾ 3 എടുക്കുക. അടുത്ത നമ്പറിൽ ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ്? 6 ആണ്. 6 എടുത്തു. അടുത്തതിൽ 2 ആണ്. 2 എടുത്തു. അടുത്തതിൽ 6. ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും നോക്കാം. 6 × 3 18 ആണ്. അതിലെന്ത് വരുന്നു? ലാസ്റ്റ് ഡിജിറ്റ് 8. 2 × 6 എത്രയാണ്? 12 ആണ്. അതിലെ ലാസ്റ്റ് ഡിജിറ്റ് 2. നമ്മളെല്ലാം ലാസ്റ്റ് ഡിജിറ്റാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഒറ്റയുടെ സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് അല്ലേ? 8 × 2 16 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വരുന്നു? 6 എന്ന് വരുന്നു. ഓപ്ഷൻ ഡി 97 ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? ലാസ്റ്റ് ഡിജിറ്റ് വെച്ച് അങ്ങ് ചെയ്താൽ മതി. നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ ലാസ്റ്റ് എന്ത് വരുന്നു അതല്ലേ നോക്കുന്നത്. അത് മാത്രം മതി. ഓക്കെ, അടുത്ത 98ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്തത് 99. മോഹൻ്റെ ഒരു മാസത്തെ വരുമാനം 50,000 രൂപയാണ്. വരുമാനത്തിൻ്റെ 15% മക്കളുടെ പഠനത്തിനും 28% വീട് ചെലവിനും 10% വാടകയ്ക്കും ഉപയോഗിക്കുന്നു എങ്കിൽ മാസം അവസാനം മോഹൻ്റെ സമ്പാദ്യം എത്ര? അപ്പോൾ തന്നിരിക്കുന്നതിൽ 15%, 28%, 10% ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഉപയോഗിച്ച് കഴിഞ്ഞു ഇല്ലേ? അങ്ങനെയാണെങ്കിൽ സമ്പാദ്യം ഇനി ബാക്കി എന്തുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വെക്കാം. 15, 28,
10. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നു? 8 5 13, 1 2 5 എന്ന് കിട്ടി. 53% എന്തായി? ചിലവായിപ്പോയി. ബാക്കി എന്തുണ്ട്? 47% എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 50,000-ൽ 47% എത്രയാണ്? ആ സമ്പാദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയും ചിലവായി, ബാക്കി 47%മാണ് സമ്പാദിക്കുന്നത്. അത് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 50,000-ൻ്റെ 47% നോക്കണം. 2 0 ക്യാൻസൽ ചെയ്തു. ഇനി 500 × 47 ഉണ്ട്. 47 × 5 ചെയ്യണം. എത്ര കിട്ടുന്നു? 35, 23, ബാക്കിയുള്ള 2 0, 23,500 സമ്പാദ്യത്തിൽ വരുന്നത്. 99 ഓപ്ഷൻ ഡി എന്ന് കിട്ടി. അടുത്ത 100ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ നോക്കണം കിടക്കുന്നത് എന്തൊക്കെയാണ്? കാല്, അര, കാലൊക്കെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിന് ആ രീതിയിൽ തന്നെ ചെയ്താൽ നോക്കിയാൽ എളുപ്പമായിരിക്കും. നമുക്ക് ആദ്യം ബ്രാക്കറ്റിനകത്തുള്ളത് 4 + 2.5 + 2.25 അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? 2.5-ഉം 2.25-ഉം ആദ്യം കൂട്ടാം. 2.5-ഉം 2.25-ഉം കൂട്ടാം. 2 2 4 അരയും കാലും കൂട്ടിയാൽ 3/4 കിട്ടുന്നു. അപ്പോൾ എത്ര കിട്ടുന്നു? 4.25 3/4 ആണ് 3/4. അതറിയാമല്ലോ, 3/4 ആണ് 3/4. 4.25 4.25-ൻ്റെ കൂടെ ഇനി ഒരു കാലും കൂടെ ഉണ്ട്. എന്ത് ചെയ്യാം? 4.25-ൻ്റെ കൂടെ കാലും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടുന്നു? 5 എന്ന് കിട്ടുന്നു. നോക്കിയേ, ഇനി എന്ത് ചെയ്യാം? കുറയ്ക്കാം. 5 - 5 എന്ത് വരുന്നു? 0 എന്ന് വരുന്നു. ഇത്രയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പെട്ടെന്ന് നമുക്ക് ചെയ്തൂടെ? അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 100ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി 0 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എല്ലാത്തിലും നമ്മൾ കൺസെപ്റ്റ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പം ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ചെറിയൊരു മാറ്റം വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. പലതിനും എളുപ്പ വഴിയൊക്കെ കാണും. എളുപ്പ വഴി പഠിക്കുന്നതിനേക്കാളും കൺസെപ്റ്റ് മനസ്സിലാക്കുക. നമ്മുടെ 96ാമത്തെ ക്വസ്റ്റ്യനൊക്കെ എളുപ്പ വഴികളുണ്ട്. അത് നമുക്ക് ആ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഓരോ രീതിയിൽ ചെയ്ത് പഠിക്കേണ്ടി വരും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? കൺസെപ്റ്റ് മനസ്സിലാക്കുക, അങ്ങനെ ചെയ്യുക, സ്പീഡാവുക. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനിൽ ചെയ്യാൻ പറ്റുന്നതാണ് സ്പീഡാക്കി ചെയ്യുക. ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ സ്പീഡായിക്കോളും. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.